സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടെങ്കിൽ ഇന്ന് വട്ടത്തി മൂഞ്ചി. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മച്ചാനാണ് ദിക്കാണ്. മച്ചന്മാരൊക്കെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള പുറപ്പാടില്ല. ബസ് പണിമുടക്കായതുകൊണ്ട് നമുക്കിനി വാളിയപ്പടം വരെ നടക്കും. ഒറ്റക്കല്ല നടക്കും. വേറൊരു മച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇവൻ നമ്മുടെ കട്ട ചങ്കാണ്. നമ്മുടെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും. മണ്ണത്തൂരിൽ നിന്ന് വാളിയപ്പടം വരെ 3-4 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് മടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മണ്ണത്തൂർ ലൈബ്രറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്കൂളിൽ കലോത്സവം ഒക്കെ വരുമ്പോൾ ഒരു പ്രധാന സ്റ്റേജൊക്കെ സഹായിക്കുന്ന ഒരു മെയിൻ ഐറ്റമാണ്. അക്കാണുന്ന ചെറിയ കുരിശുപള്ളിയുടെ സമീപത്തുള്ള ചെറിയ വഴിയിൽ കൂടെ കയറി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മണ്ണത്തൂരിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ നമ്മുടെ സ്കൂൾ. ഒരു ശക്തമായ കാറ്റ് വീശിയാൽ ഈ കാണുന്ന മാവിന്റെ കാര്യത്തിലുള്ള തീരുമാനം. റോഡിൽ കൂടി വണ്ടി ഓടിച്ചു വരുന്നവരെ കൃത്യമായ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. ഒരു പൗരന് ഡ്രൈവിംഗിന് ആവശ്യമായ ലൈസൻസ് കിട്ടിയതിനു ശേഷം പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറക്കാതിരിക്കാൻ പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ മച്ചാൻ നടത്തത്തിൽ ഒരു ഡിഗ്രി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഒടുക്കത്തെ സ്പീഡ് അവന്റെ കൂടെ നടന്നെത്താൻ തന്നെ ഒടുക്കത്തെ പ്രയാസമാണ് ഇപ്പോൾ. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പകുതി ദൂരം നടക്കുമ്പോൾ അവരെന്തായാലും വാളിപ്പാട് ചേട്ടന്മാരൊക്കെ വൈകുന്നേരം നല്ല പണിയിലാണ്. ബസ്സെല്ലാം പണിമുടക്കായാലും സ്കൂൾ ബസ്സൊക്കെ ഒടുക്കത്തെ ആക്റ്റീവാണ്. പ്ലാവിൽ എന്തായാലും ഒരു ചക്കമൂത്ത് കിടപ്പുണ്ട്. പഴുത്ത് ചാടുന്ന മുമ്പ് ആരെങ്കിലും പറിച്ചാൽ മതി, അല്ലെങ്കിൽ ഷീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ബസ്സൊക്കെ മോഡിഫൈ ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെ കാണുന്നത്. ചേട്ടൻ എന്തായാലും പണിയില്ല, ശല്യപ്പെടുത്തണം. വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തേക്ക് കിടന്നപ്പോൾ നമ്മുടെ മച്ചാൻ അപ്പുറം ഒറ്റയ്ക്കായി. നടക്കുമ്പോൾ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഉച്ചത്തേനും വേലിച്ച് കുറവുണ്ട്. ആ ഒരു ബലത്തിലാണ് ഇത്രയും നടക്കണം. രാത്രിയിൽ വഴി കൂടെ പോകുന്നവർക്കായി പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്നതാണ് ഈ കിടന്ന റിഫ്ലക്ട്. മരം വെട്ടുന്ന ചേട്ടന്മാർക്ക് പ്രകൃതിയോട് കൊടുക്കുന്ന സ്നേഹമായതിനാൽ മരം വെട്ടിട്ട് ബാക്കിയുള്ള പൊടി റോഡിൽ ഇട്ടിട്ടാണ് പോയേക്കണത്. അരീക്കൽ വെള്ളച്ചാട്ടത്തോട് ചെറിയ രീതിയിൽ സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന മഴ പെയ്യുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങളെ കാണുന്നത്. എന്തായാലും സ്പോട്ടിലെത്താറായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.